മുസ്ലിം പെൺകുട്ടികളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരിമാർ അവരുടെ മുസ്ലിം സുഹൃത്തിന്റെ കൂടെ പർദ്ദ ധരിക്കുമ്പോൾ, ഹിജാബ് ധരിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ, പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതവർ സന്തോഷത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് മാഷാ അല്ലാ, ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് മതേതരത്വ കേരളം, അള്ളാഹു താല അവൾക്ക് ഹൈർ ചെയ്യട്ടെ, ആ പെൺകുട്ടികൾക്കും ആ പെൺകുട്ടികളുടെ സ്നേഹവും സാഹോദര്യവും എന്നും നിലനിന്ന് പോട്ടെ എന്ന് പറയുന്ന കുറെ കമന്റോളികൾ. നേരെ തിരിച്ച് ഹൈന്ദവ സുഹൃത്തുക്കൾക്കൊപ്പം ക്രൈസ്തവ സുഹൃത്തുക്കൾക്കൊപ്പം മുസ്ലിം പെൺകുട്ടികൾ അവരുടെ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുമ്പോൾ അപ്പോൾ വരും മതനിയമങ്ങളുമായിട്ട് കുറെ കമന്റോളികൾ. ആ കമന്റോളികളുടെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ കണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്ക് ആർത്തുല്ലസിച്ച് അർമാദിച്ച് DJക്കും മറ്റു പരിപാടികൾക്കൊക്കെ പോയി അവരുടെ സന്തോഷം അവർ കണ്ടെത്തുന്നു. കല്യാണ പരിപാടികളിൽ ഇതുപോലെ തന്നെ ആട്ടവും പാട്ടുമായിട്ട് അവരുടെ സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് പെൺകുട്ടികൾ ഇത് ചെയ്യുമ്പോൾ അവർക്കത് പറ്റുന്നില്ല. അതുപോലെ മതസാഹോദര്യം പറയുന്ന എല്ലാ മതത്തിലും ഉണ്ട്. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ മുസ്ലിമിന്റെ കാര്യം പറയുന്നു എന്ന് മാത്രം. വിശകല പോലെയുള്ള ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പർദ്ദ ധരിക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ ഒരു ഹിന്ദു പെൺകുട്ടി പർദ്ദ ധരിച്ചു കഴിഞ്ഞാൽ വിശകല പോലെയുള്ള ആളുകൾ ചാടി വരും. അതേ ഗണത്തിൽപ്പെട്ടവരാണ് ഇന്നും മുസ്ലിം പെൺകുട്ടികളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ, ആ കണ്ണിലേ ഞാൻ ഇവരെ കാണുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് മതം പഠിപ്പിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർക്കെതിരെ ഞാനല്ല, ഞാൻ അവർക്കെതിരെ പറയില്ല. അവർ അവരുടെ കാര്യം ചെയ്യുന്നുണ്ട്, മതം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അവർക്കൊന്നും എതിരില്ല. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്നു മഴുകുന്ന മതയോളികൾക്കാണ്. നിങ്ങൾക്ക് എന്ത് അവകാശമാണ് മതം പഠിപ്പിക്കാൻ? ആദ്യം നിങ്ങൾ നന്നാവ്. നിങ്ങൾ നന്നായിട്ട് ബാക്കിയുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ഉപദേശിക്കുക.